യാത്ര. നമ്മൾ ഇപ്പം ഉമ്മാന്റെ വീട്ടിലേക്ക് പോക്കാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകുന്നതിന്റെ വഴികളെല്ലാം നമുക്ക് കാണാം. അപ്പം അങ്ങനെ നമ്മോ തറവാട്ടിലേക്ക് യാത്ര ചെയ്യാൻ പോവാന്ന് കേട്ടാ. അതാ ശൈലോക്കിലെ മമ്മൂട്ടി നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ടാ. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് എൻ്റെ അല്ലുകൂട്ടൻ ഓടുന്ന കണ്ട ഇങ്ങള്. നമ്മൾ ഓടി ആടി എത്തുമ്പോണ്ടടാ ഒരുത്തൻ ചിരിച്ചോണ്ട് നിൽക്കുന്നു. ഞാൻ മോനെ ആ ചിരി കണ്ട രണ്ടെണ്ണം കൊടുക്കേണ്ട ചിരിയാന്നത്. പക്ഷേങ്കിൽ പാവം കുറേ ദിവസമായി ഉമ്മ ഈ വണ്ടി ഓടിക്കാൻ എന്നെ ഒന്ന് സ്റ്റാർട്ടാക്കാൻ ഒന്ന് പഠിപ്പിക്കും ഉമ്മ എന്ന് ചോദിച്ചിട്ട് കുഞ്ഞ് വിഷമിക്കുന്നു. എന്നാൽ പിന്നെ ഓൻ്റെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തു കേട്ടാ. അതിലിടക്ക് ഞാനും കയറുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുത്തിനാണ് കയറി പാഞ്ഞ് നോക്കും. അങ്ങനെ ഗെറ്റ് സ്റ്റാർട്ട് ഗോ എന്നും പറഞ്ഞ് നമ്മൾ ഇറങ്ങി കേട്ടോ. അതാ ഉമ്മയും മക്കളും കണ്ട ഒരേപോലത്തെ ചെരുപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് മൂന്നാൾക്കും ഒരേപോലത്തെ ചെരുപ്പ് വാങ്ങി തന്നെ കേട്ടോ എൻ്റെ മാപ്പിള. അങ്ങനെ അമ്മച്ചി ഇവിടെ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചിയെ നമ്മളൊന്ന് നാട്ടിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞ് നമ്മൾ അങ്ങനെ പോയി. അങ്ങനെ ഇതാ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുണ്ടാനൂര് ടൗണിലെത്തിയപ്പോൾ എൻ്റെ മൂത്ത സന്തതി പറഞ്ഞു എൻ്റെ ഫ്രണ്ടിനെ കാണാൻ കേട്ടോ. സ്ലോ മോഷനിൽ പോകുന്നു. ആ സമയം ഞാനും വലിയൊരു പാട്ടും കാച്ചി. അങ്ങനെ ഓൻ്റെ ചങ്ങായി ആടിയില്ലാന്ന് പറഞ്ഞ് ശശിയായിട്ട് വരുന്നുണ്ട് കേട്ടാ. എൻ്റെ മൂത്ത സന്തതി കണ്ടാ ചിരി. വീണ്ടും നമ്മളങ്ങനെ യാത്രയായി കേട്ടോ. അവിടത്തേക്ക് പോകുന്നത് ഐച്ചേരിയിലേക്കല്ലേ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഉമ്മാക്കും മക്കൾക്കുള്ള ഒരു പരിപാടി എന്ന് വെച്ചാൽ ഒച്ചത്തിൽ പാട്ടങ്ങ് പാടും നമ്മൾ. നിങ്ങളുടെ നാട്ടിൽ പെണ്ണുങ്ങന്മാരിലിങ്ങനെ ഒച്ചത്ത് പാട്ട് പാടുവാ. ഞാനെന്താണെന്നറിയില്ല, ആ പിള്ളേരൊപ്പരം പോകുമ്പോൾ പാട്ടെല്ലാം പാടുവേ. ഞാൻ ഭയങ്കര യോയോ മമ്മിയല്ലേ, യോയോ മമ്മി. അതുകൊണ്ട് അങ്ങനെ പാട്ടും പാടി നമ്മൾ അടിച്ചു പൊളി. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി ഒരു കുന്ന് കയറി എത്തുന്നത് എവിടെയാണെന്നറിയാം. ഒരു ചമതച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്തെ കുന്നാട്ടെ ഇത്. നിങ്ങൾ ഇവിടെയുള്ള ആൾക്കാരിലുണ്ട് ഇടാ. അടുത്ത പള്ളി ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഭയങ്കര മൊഞ്ചുള്ളൊരു പള്ളിയായത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പള്ളി കാണാൻ. എന്തോ ഒരു ഭംഗിയാണ് ഇത് നോക്കി നിൽക്കുമ്പോൾ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് റോഡ് കയറിയാൽ ആടാത്തെ ചമതച്ചാൽ ഡാമിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ ഞാനും പിള്ളേരും ആടെ ഒന്ന് വെറുതെ പിള്ളേർ ആഗ്രഹം പറഞ്ഞപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ ചിന്നമ്മ പാട്ടെല്ലാം കേട്ടിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി കേട്ടാ. നമ്മളിപ്പോൾ ഇവിടെ എത്തിയെച്ചാൽ പയ്യാവൂർ ടൗൺ കഴിഞ്ഞിട്ട് മുന്നോട്ട് ഇതാ പയ്യാവൂർ സ്കൂളാണ്. നിങ്ങൾക്ക് അറിയാം. അവിടെ പഠിച്ചവരിലുണ്ട പിള്ളേരെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹായിലും പറയാട്ടാ. അത് കഴിഞ്ഞ് നമ്മളിതാ മത്തായിൻ്റെ വീട് അറിയാം നിങ്ങൾക്ക്. നമ്മൾ പയ്യാവൂരത്തെ ഫേമസ് വീടാന്ന് കേട്ടാ. വീടിൽ എത്രപാട് റൂമുണ്ട് എന്ന് പോലും നമുക്കൊന്നും അറിയില്ല. വലിയ വീടെല്ലാം എടുത്ത് വെച്ച് പാറക്കടവെല്ലാം കഴിഞ്ഞ് കുന്ന് കയറി ഇങ്ങനെ പോക്കാൻ നട്ടാ. ഈ കുന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പണ്ട് നമുക്ക് വണ്ടിയിൽ ഓടിക്കുമ്പോൾ മരണ പേടിയാണ് ഈ കുന്നുമ്പിൽ ഓടിക്കുമ്പോൾ. പിന്നെ ആടെ എത്തുമ്പോൾ ആ കുന്നിൻ്റെ മുകളിലെത്തിയപ്പോൾ എൻ്റെ ചെക്കനോട് ഞാൻ പറഞ്ഞത് അതിൻ്റെ മുകളിൽ നിന്ന് തായിലേക്ക് നോക്കിയതാ പൈതൽമല കാണാൻ പറ്റും. ആകാശത്തിൻ്റെ ഭംഗി നോക്കി എന്താ രസമല്ലേ. അങ്ങനെ ഓടിപ്പാഞ്ഞ് നമ്മൾ എത്തുന്ന ഇടത്തേക്ക് ഈ പാഞ്ഞ് പോകുന്നറിയാം. ചുണ്ടപ്പറമ്പ് എത്താനായിന് കേട്ടാ. ചുണ്ടപ്പറമ്പ് എത്തിയറുണ്ട് ഒരാൾ എൻ്റെ വണ്ടി നിർത്തിച്ചിട്ട് ആടെ നിൽക്കടി നീ പോകാനായിട്ടില്ല എന്നിട്ട് എൻ്റെ കൂടെ ഒരു സെൽഫിയിൽ എടുത്തേട്ടാ. പിന്നെ എന്നോട് പറഞ്ഞു നീ ബുള്ളറ്റ് ഇരിക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് വേണമെന്ന്. ഞാൻ എന്ത് ചെയ്തു, ആ ഏച്ചി കാണാണ്ട് എന്ത് ചെയ്തു, അവർ വീഡിയോ അങ്ങ് പിടിച്ച് നമുക്ക് യൂട്യൂബിൽ പകർത്താലല്ലേ. അങ്ങനെ മുത്തായി ഏച്ചീനോട് സൊറയും പറഞ്ഞ് നമ്മളങ്ങനെ ഇവിടെ എത്തി. നമ്മൾ ഐച്ചേരി നാട്ടിലെത്തിയട്ടാ. സ്വന്തം നാട്ടിലേക്ക് കയറുമ്പോൾ ഫീലിങ് അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഭയങ്കര സന്തോഷമാണ് കേട്ടാ. നമ്മളെ റേഷൻ കടയെല്ലാം കണ്ട നമുക്കും നമ്മുടെ നാടും നമ്മളെ റേഷൻ കടയും മതി എന്നാലും പറയുന്നത് വെറുതെ അല്ല. ഇവിടെ എത്തുമ്പോഴുള്ള ഒരു സുഖം നമുക്ക് വേറെ ഒരു ദുനിയാവിലും പോയാലും കിട്ടൂലപ്പാ. അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കലാന്ന് മക്കളെ ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടാ. നമ്മളെ വണ്ടീൻ്റെ ഓണടിയായിട്ട് ഓടിപ്പാഞ്ഞ് വരുന്നൊരു മുത്തായി ഇത് നമ്മൾ അതീത് കൂട്ടം കേട്ടാ. എൻ്റെ ഏട്ടത്തിൻ്റെ മോനാന്നേ, നമ്മളെ പൊന്നും മോനാന്ന്. നമ്മളെ ഐച്ചേരി നാട്ടിലെ നോസ്റ്റു ഫീൽ കിട്ടുന്ന നമ്മളെ ചങ്ങായിമാരുണ്ട്. ഇതൊന്ന് കണ്ടു കേട്ടോ. നമ്മൾ പണ്ട് ഓടിക്കളിച്ച് വെള്ളത്തിൽ കളിച്ച സ്ഥലമായി ഇത്. ഏതായത് നമ്മളെ തോട്, നമ്മളെ മണിയേച്ചിൻ്റെ വീട്ടിൻ്റെ അടുത്ത തോട് കണ്ട നിങ്ങൾ എത്ര കളിച്ചിനല്ലേ. കുളിക്കാനും എല്ലാം വരുന്ന തോടല്ലേ. ഇപ്പം നോക്ക് ചെറിയ വെള്ളേ ഉള്ളൂ കേട്ടാ. അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് കയറി പോകുന്ന രംഗം നിങ്ങൾ കാണുന്നു. ആടുന്നുണ്ടോ എത്തം കുത്തക്കേട് കളിക്കുന്നത്. നമ്മൾ ഓനെ പിടിച്ചിട്ട് ആടി ഇരുത്തി കളിപ്പിക്കലാന്ന് കേട്ടാ. ഇരിക്കടാ പറഞ്ഞപ്പോൾ ഇരുന്ന്, നിൽക്കടാന്ന് പറഞ്ഞപ്പോൾ വീണ്ടും നിന്ന്, വീണ്ടും ഇരിക്കടാന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഇരുന്ന്, വീണ്ടും നിന്ന്. പാവം കേട്ടാ. ഇത് ഇരട്ടക്കുട്ടിയിൽ ഒന്നാണേ ശ്രീകുട്ടൻ.
അങ്ങനെ ഉമ്മ നമുക്കൊരു ബത്തക്കെല്ലാം തന്ന് അതും മുണുങ്ങിക്കൊണ്ട് നിൽക്കണം കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു സംഭവം. ഒന്നാമത് ദാഹിച്ച് വന്നോണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടാ. സംഭവം സൂപ്പറാക്കീന്. അതും മുണുങ്ങിയിട്ട് അടുക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ അമ്പിക്കുട്ടി വരുന്നത്. ഇവളെന്നാ ഈ നാണം കുണുങ്ങി കളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവയൊക്കെ തന്നെയുണ്ട് മണിക്കൂട്ടം. നമ്മളെ ഒറ്റപ്പിള്ളേരിൽ മറ്റേത് വന്നു കേട്ടാ. ഇതാണ് മണിക്കൂട്ടം കേട്ടാ. അതിലിടക്ക് അമ്പി ഹായ് പറയുന്നുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നല്ല പറയുന്നത് കേട്ടാ. വേണ്ട അവരെ സ്നേഹം എൻ്റെ ഒന്നുമല്ലാത്ത എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വന്നത് കേട്ടോ, എൻ്റെ ഫാൻസ്. അതിലിടക്ക് ഒരു മിനിറ്റ് പോലും വെറുതെ നിൽക്കാൻ താല്പര്യമില്ലാത്ത എൻ്റെ പൊന്നും വീണ്ടായിരുന്നു കളിച്ചോണ്ട് നിൽക്കുന്നു. മുറ്റെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ചൊത്തിക്കോരിയും വൃത്തിയാക്കുന്നുണ്ട്. കുറേ പണി തീർന്നിട്ടുണ്ട്, ഇനിയും കുറച്ചെല്ലാം ഉണ്ട്. ആശൂട്ടന് രാവിലെ മദ്രസയിൽ എക്സാം ആയതുകൊണ്ട് എന്തെല്ലോ വായിച്ചെല്ലാം പഠിക്കുന്നുണ്ട്. എന്തെന്നാ മോന് വായിച്ചാൽ കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്കാന്ന് പറഞ്ഞില്ല ഓനൊറ്റക്കൻ. അങ്ങനെ രാവിലെ 6:30 പരീക്ഷയുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് രാത്രിക്ക് തന്നെ യാത്രയായി. പിന്നെ നമ്മൾ വരുമ്പം വരവേൽക്കാനും പോകുമ്പോൾ യാത്ര പറയാനും നമുക്ക് ഈ മുത്തതീത ഉണ്ടാവുക കേട്ടോ. നല്ല പൊന്നുപോലെ സ്നേഹമുള്ളൊരു മോനാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് യാത്രയായി. അപ്പോൾ അതീത് നമ്മളോട് ടാറ്റെല്ലാം പറയുന്നുണ്ട് കേട്ടോ. ഒരു ചിരിയെല്ലാം ഉണ്ട്. ടാറ്റ നാണം വന്നു. ഞങ്ങൾ തിരിച്ചങ്ങനെ യാത്രയായി കേട്ടോ. നമ്മൾ പോവാണ്. അപ്പം നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പറയണ്ടല്ലോ, ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ മറക്കല്ലേ. ബെൽ ബട്ടൺ അങ്ങ് അടിച്ച് പൊട്ടിച്ചോ. പിന്നെ എന്തിനീ കുറക്കുന്നത്. എല്ലാവർക്കും നമ്മളെ കൂടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.